السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لا ينهاكم الله عن الذين لم يقاتلوكم في الدين ولم يخرجوكم من دياركم أن تبروهم وتقسطوا إليهم إن الله يحب المقسطين. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരികളെ, മുസ്ലിം ലോകത്തിൻ്റെ ആനുകാലിക സംഭവങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് അധികം ആളുകളും. മീഡിയകളിലൂടെയും മറ്റുമെല്ലാം മുസ്ലിം സമൂഹവുമായി ബന്ധപ്പെട്ട നിരവധി സംഭവങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മൾ ഈ വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ മാനവികതയെ സംബന്ധിച്ച് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന മനുഷ്യത്തെ സംബന്ധിച്ച് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സാഹോദര്യത്തെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ മുസ്ലിങ്ങൾ എന്ന നിലക്ക് നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിക്കാനും അറിയാനും ശ്രമിക്കുന്ന മറ്റ് മതസ്ഥരായ ആളുകളെ സംബന്ധിച്ചിടത്തോളവും എന്താണ് ഇസ്ലാം എന്ന് കൃത്യമായും അറിയുവാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്. ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മതമാണ് ഇന്ന് ഇസ്ലാം എന്നുള്ളത്. ഇസ്ലാമിന് അതിൻ്റെ തുടക്കകാലം മുതൽ ശത്രു വിഭാഗങ്ങളുണ്ടായിട്ടുണ്ട്. ഇന്നും നിരവധി ശത്രു ജനങ്ങൾ ഇസ്ലാമിന് എതിരെ സജീവമായി ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാമിനെ വക്രീകരിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും അത്തരം ശക്തികൾ ചെലവഴിക്കുന്നത് ഭീമമായ സംഖ്യകളാണ്. അതിൻ്റെ ഇടയിലും ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും അധികം പ്രചരിക്കുന്ന മതം ഇസ്ലാമാണ് എന്ന കാര്യത്തിൽ ആർക്കും രണ്ടഭിപ്രായം ഉണ്ടാവാൻ സാധ്യതയില്ല. ഇത്തരമൊരു പശ്ചാത്തലമാണ് ലോകത്തുള്ളത്. ആ സാഹചര്യത്തിലാണ് ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള നിരവധി ശ്രമങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അതിനുള്ള ചില ആയുധങ്ങൾ മുസ്ലിം നാമധാരികളിൽ നിന്ന് ശത്രുക്കൾക്ക് ലഭിക്കുകയും ശത്രുക്കൾ അത് വേണ്ടതിലധികം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളത് ഈ അടുത്ത് നടക്കുന്ന നമ്മുടെ ആനുകാലിക സംഭവങ്ങളിലെല്ലാം ഏതൊരാൾക്കും സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാക്കാൻ പ്രയാസമില്ല. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് ഇസ്ലാമിൻ്റെ മാനവിക കാഴ്ചപ്പാട് എന്താണ്, മനുഷ്യൻ എന്ന നിലക്ക് മറ്റ് മതസമൂഹങ്ങളെയും ജനവിഭാഗങ്ങളെയും ഇസ്ലാം ഏത് രീതിയിലാണ് വീക്ഷിക്കുന്നത്, മുസ്ലിങ്ങൾ പരസ്പരമുള്ള ബന്ധങ്ങളെയും ഇസ്ലാം ഏത് രൂപത്തിലാണ് രൂപപ്പെടുത്തിയിട്ടുള്ളത് എന്ന് ചർച്ച ചെയ്യപ്പെടൽ ആവശ്യമായി വരുന്നത്. ലോകത്ത് എല്ലാ കാലങ്ങളിലും വർഗീയതയുണ്ട്. ഭീകരത എന്ന് നാം പറയുന്നില്ലെങ്കിലും അതിൻ്റെ വിവിധ രൂപങ്ങളും സമൂഹത്തിലുണ്ടായിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച കാലത്ത് ബ്രിട്ടീഷ് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതൊക്കെ രാജ്യദ്രോഹമായിട്ടായിരുന്നു അവർ പ്രഖ്യാപിച്ചിരുന്നത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തുകയും അതിൻ്റെ പേരിൽ നിരവധി ആളുകളെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഭരിക്കുന്ന ആളുകളുടെ താൽപ്പര്യത്തിന്, അവരുടെ ഉദ്ദേശ ലക്ഷ്യത്തിന്, അവർ ചെയ്യുന്ന അനീതിക്കും അക്രമത്തിനും എതിരെ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരിക്കുന്ന ആളുകളെ
ഭരണഭീകരതയുടെ ഭാഗമായി ശത്രുവായി കാണുകയും അക്രമിയായി പ്രഖ്യാപിക്കുകയും അവരെ ജയിലിലടക്കുകയോ തൂക്കിക്കൊല്ലുകയോ ചെയ്തിട്ടുണ്ട്. നിരവധി ചരിത്രം നമുക്ക് മുമ്പിലുണ്ട്. മനുഷ്യനെ വിഭജിച്ച നൂറ്റാണ്ടുകളാണ് ഭാരത ചരിത്രത്തിലുള്ളത്. മനുഷ്യരെ ജാതിയുടെ പേരിൽ വിഭജിക്കുകയും സവർണൻ നടന്നു പോകുന്ന വഴിയിലൂടെ അവർണന് നടക്കാൻ പോലും അവകാശമില്ലാതിരുന്ന ഒരു നീണ്ട ചരിത്രത്തിൻ്റെ കാലം ഭാരതത്തിലുണ്ട്. മാറുമറക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് കേരളക്കരയിൽ ചാന്നാർ കലാപം എന്ന പേരിൽ ഒരു സമരം നടന്നിരുന്നത്. ഇതൊന്നും മറന്നുപോകാൻ കാലമായിട്ടില്ല. അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വെളുത്തവൻ മാത്രം മനുഷ്യനായി പരിഗണിക്കപ്പെടുകയും മറ്റിതര കറുത്ത വർഗത്തെ അധമരായും മ്ലേച്ഛമായും വിലയിരുത്തുകയും ചെയ്തിരുന്ന ഒരു നീണ്ട കാലഘട്ടത്തിൻ്റെ ചരിത്രം ആ രാജ്യത്തുണ്ട്. ഇത്തരത്തിൽ ഓരോ രാജ്യങ്ങളിലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഉന്നതരാണെന്നും മറ്റുള്ളവരെല്ലാം അധമരാണെന്നും വർണ്ണത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ, വർഗത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ വേർതിരിച്ചിട്ടുള്ള ഒരു കാലഘട്ടത്തിൻ്റെ നീണ്ട ചരിത്രം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അമേരിക്കയിൽ ഒരു കാലഘട്ടങ്ങളിൽ കറുത്തവൻ്റെ മതമായിട്ട് ഇസ്ലാം അറിയപ്പെട്ടു. കറുത്തവൻ്റെ മതമായിട്ടാണ് ഇസ്ലാം പരിഗണിക്കപ്പെട്ടത്. കാരണം വെള്ളക്കാരൻ്റെ ക്രൂരമായ അടിമത്തത്തിനെതിരെ പ്രതികരിക്കുവാൻ അന്ന് ആളുകൾക്ക് കരുത്ത് നൽകിയത് ഇസ്ലാമായിരുന്നു. അതുകൊണ്ട് കറുത്തവരിൽ പലരും ഇസ്ലാം മതം സ്വീകരിച്ചു. ഇസ്ലാം മതം സ്വീകരിച്ചുകൊണ്ട് സജീവമായി അമേരിക്കയിൽ രംഗത്തിറങ്ങിയിരുന്നൊരു വ്യക്തിയായിരുന്നു മാൽക്കം എക്സ്. അദ്ദേഹം കറുത്തവൻ്റെ മതമാണ് ഇസ്ലാമെന്ന് ധരിക്കുകയും ഇസ്ലാമിൽ മുഴുവൻ കറുത്തവരാണ് ഉണ്ടാവുക എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. അദ്ദേഹം ഹജ്ജിന് വന്നപ്പോൾ മഞ്ഞ നിറക്കാരനുണ്ട്, ഇരുണ്ട നിറക്കാരുണ്ട്, വെളുത്തവനുമുണ്ട്, കറുത്തവരുമുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട വ്യത്യസ്ത സംസ്കാരങ്ങളും ഭാഷകളും നാടുകളുമുള്ള ആളുകളെല്ലാം ഹജ്ജിന് വേണ്ടി ഒത്തുചേർന്നത് കണ്ടപ്പോഴാണ് ഇസ്ലാം കറുത്തവൻ്റെ മാത്രം മതമല്ല, എല്ലാ മതത്തിലെയും ആളുകളെ ഒരുമിപ്പിക്കുന്ന മാനവികതയുടെ മതമാണ് ഇസ്ലാം എന്ന് അദ്ദേഹം തിരിച്ചറിയുകയും 1964 ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചുപോയപ്പോൾ അദ്ദേഹം ലോകത്തോട് ഇക്കാര്യത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്ലാം കറുത്തവൻ്റെ മാത്രം മതമല്ല, മനുഷ്യൻ്റെ മതമാണ് ഇസ്ലാം. എല്ലാ മനുഷ്യരെയും ഒരു ചരടിൽ ഒരുമിച്ച് കോർത്തിണക്കുന്ന മതം ഇസ്ലാമാണ്. ഒരേ വേഷത്തിലാണ് ഞങ്ങളവിടെ ഒരുമിച്ചിട്ടുള്ളത്. എൻ്റെ സമീപത്തുണ്ടായിരുന്നവൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. എല്ലാവരും പരസ്പരം സലാം പറയുകയും കൈകൊടുക്കുകയും ചെയ്തുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ട് പരസ്പരം ഒരുമയോടുകൂടെ അറഫയിൽ ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ സമ്മേളിച്ച ആ രംഗം അദ്ദേഹം ഓർത്തുകൊണ്ട് പറയുന്നത് ഇങ്ങനെ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരുമിപ്പിക്കുവാൻ മതിയായ ഒരു സന്ദേശമാണ്, മാനവികതയുടെ സന്ദേശമാണ് ഹജ്ജ് ലോകത്തിന് നൽകുന്നത്. ഇതുവരെയും ഞാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരുന്നു. എൻ്റെ തെറ്റിദ്ധാരണ ഹജ്ജിലൂടെ തിരുത്തപ്പെട്ടു എന്ന് അമേരിക്കൻ ജനസമൂഹത്തോട് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. സൂചിപ്പിക്കുന്നത് ഇന്നും അമേരിക്കൻ രാജ്യങ്ങളിൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരുന്നവർ കറുത്തവർ മാത്രമല്ല, മറിച്ച് വെളുത്തവനും സ്ത്രീ സമൂഹം വളരെ കൂടുതലായി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ്. ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ഇസ്ലാം സമൂഹത്തിനു മുന്നിൽ അവതരിപ്പിക്കുന്ന സന്ദേശമാണ്. പ്രപഞ്ചനാഥനായ റബ്ബ് ഏകനാണ്. ആ ഏകനാഥനായ റബ്ബിൻ്റെ സൃഷ്ടികളാണ് എല്ലാ മനുഷ്യരും. എല്ലാവരുടെയും പിതാവ് ഒരാളാണ്. ഒരു മാതാപിതാക്കളുടെ സന്തതികളാണ് ലോകത്തുള്ള മനുഷ്യരെല്ലാം. ഇങ്ങനെ മനുഷ്യ സമൂഹത്തെ മുഴുവനും ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും സന്തതികളായി നോക്കിക്കാണുന്ന മതമാണ് ഇസ്ലാം. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വ ഖബായില. മനുഷ്യരെ ഒരു പിതാവിൽ നിന്ന്, ഒരു മാതാവിൽ നിന്ന്, ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങൾ വ്യത്യസ്ത വിഭാഗങ്ങളാണ്, ഗോത്രങ്ങളാണ്, വിവിധ ജനപദങ്ങളാണ്. ഇതൊക്കെ പരസ്പരം തിരിച്ചറിയുവാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. നിങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ ആദരണീയരായി തീരുന്നത് ജന്മം കൊണ്ടല്ല, വർഗം കൊണ്ടല്ല, നിറം കൊണ്ടല്ല, മറ്റേതെങ്കിലും സ്ഥാനപദവികൾ കൊണ്ടല്ല.
അത്തഖാക്കും, നിങ്ങളിൽ ആരാണോ കൂടുതൽ ഭക്തിയുള്ളവർ അവരാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്ഥാനമുണ്ടാകുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആ പ്രഖ്യാപനമാണ് മനുഷ്യ മനസ്സുകളെ ഒരു മനുഷ്യവർഗമാണ് ഞങ്ങൾ എന്ന ബോധത്തിലേക്ക് വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ കറുത്തവന് പ്രത്യേക സ്ഥാനമില്ല, വെളുത്തവന് പ്രത്യേക മഹത്വമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഫദ്ല ലി അറബിയിൻ അലാ അജമിയിൻ, അറബിക്ക് അനർബിയേക്കാൾ മഹത്വമില്ല, വെളുത്തവന് കറുത്തവനേക്കാളും മഹത്വമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയാണ്, സൂക്ഷ്മതയുള്ള ജീവിതമാണ്, ഭക്തിയുള്ള ജീവിതമാണ് മനുഷ്യന്റെ ഔന്നത്യത്തിന്റെ അടിസ്ഥാനമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ വചനങ്ങളിലൂടെയും പഠിപ്പിക്കപ്പെട്ടപ്പോൾ വിവിധ ഗോത്രവിഭാഗങ്ങളായി പരസ്പരം സംഘട്ടനത്തിൽ ഏർപ്പെട്ടിരുന്ന അറബ് ജനവിഭാഗം അവര് വിശ്വാസികളെന്ന നിലക്ക് ഒരുമിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു ചരിത്രം തന്നെയാണ് പിന്നീട് ഇസ്ലാം കടന്നു ചെന്ന എല്ലാ രാജ്യങ്ങളിലും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത്. വിശ്വാസം സ്വീകരിക്കുമ്പോൾ, ഇസ്ലാമിൻ്റെ സന്ദേശം ഉൾക്കൊള്ളുമ്പോൾ അവിടെ മനുഷ്യരെല്ലാം ഒന്നായി തീരുകയാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഇസ്ലാം മതം പ്രചരിപ്പിച്ചതിൻ്റെ ഒരു പ്രധാനമായ പങ്ക് ഇസ്ലാമിൻ്റെ ഈ മാനവിക കാഴ്ചപ്പാടിനുണ്ട്, ഈ സമത്വ ഭാവനക്കുണ്ട്, ഇസ്ലാം വിഭാവനം ചെയ്ത ഈ സാഹോദര്യ സന്ദേശത്തിനുണ്ട്. മനുഷ്യരെ മനുഷ്യരായി കാണുന്ന ഒരു മതമാണ് മനുഷ്യന് ആവശ്യമുള്ളത്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന ഒരു മതമാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു സന്ദേശമാണ് ഇസ്ലാം ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്, നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്, ആദമോ മണ്ണിൽ നിന്നുള്ളതാണ്. മനുഷ്യോൽപത്തി ഒരേ ഘടകമാണ് എന്ന മഹത്തായ ഒരു സന്ദേശം പറയുമ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മനുഷ്യനെയും തൻ്റെ സഹോദരനായി, തൻ്റെ പിതാവിൻ്റെ പുത്രനായി നോക്കിക്കാണാനുള്ള സന്ദേശം ഇസ്ലാം സമൂഹത്തിന് നൽകുന്നു. ഈ മഹത്തായ സന്ദേശമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള വിവേചനത്തിനെതിരെയും ഉച്ചനീചത്വങ്ങൾക്കെതിരെയും എല്ലാവിധ ഭീകര തീവ്രവാദ സമീപനങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് ഇസ്ലാമിന് സ്വീകരിക്കാൻ കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയ്യ, പക്ഷപാതത്തിലേക്ക് ക്ഷണിക്കുന്നവൻ, വർഗീയതയിലേക്ക് ക്ഷണിക്കുന്നവൻ നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനമായി നമുക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം. അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത് എല്ലാതര വർഗീയതക്കും എതിരെയുള്ള പ്രഖ്യാപനമായിട്ടാണ്. എത്ര മഹത്തായ ഒരു ആദർശമാണ് ആധുനിക മനുഷ്യന്റെ മുമ്പിൽ ഇസ്ലാം അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ മഹത്തായ സന്ദേശം ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചു. ഇസ്ലാം മനുഷ്യനോട് പറഞ്ഞു, ഏതൊരു മനുഷ്യന്റെ രക്തവും വിലപ്പെട്ടതാണ്, ഏതൊരു വ്യക്തിയുടെയും അഭിമാനം സംരക്ഷിക്കപ്പെടേണ്ടതാണ്, ഏതൊരാളുടെയും ധനം അത് സുരക്ഷിതമായിരിക്കേണ്ടതാണ്. ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാദക്കും, നിങ്ങളുടെ ധനം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ അഭിമാനം അതെല്ലാം തന്നെ പവിത്രമാണ്. കഹുർമത്തി യൗമിക്കും, ഈ രാജ്യം, ഈ പ്രദേശം, ഈ ദിനം എന്തുമാത്രം പവിത്രമാണോ അതേപോലെ പവിത്രമായി സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന്റെ സന്ദർഭത്തിൽ ജനങ്ങളോടായി നടത്തിയ പ്രഖ്യാപനമാണത്. ഏതൊരു മനുഷ്യന്റെയും രക്തം വിലപ്പെട്ടതാണ്, ഏതൊരു വ്യക്തിയുടെയും സമ്പത്ത് സുരക്ഷിതമായിരിക്കേണ്ടതാണ്, ഏതൊരു വ്യക്തിയുടെയും അഭിമാനം ക്ഷതമേൽക്കാതെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ്. എല്ലാവർക്കും മാനുഷികമായ ഈ അവകാശങ്ങളുണ്ട്. അതിൽ വർണ്ണത്തിൻ്റെ പേരിലോ ജാതിയുടെ പേരിലോ സ്ഥാനപദവികളുടെ പേരിലോ യാതൊരു തരത്തിലുള്ള വൈജാത്യങ്ങളുമില്ല, വിവേചനങ്ങളുമില്ല. ഇത് ഇസ്ലാമിൻ്റെ ഒരു പ്രഖ്യാപനമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മഹത്തായ സന്ദേശം കൃത്യമായും സമൂഹത്തിൽ നടപ്പിലാക്കിയതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ജിബില്ല എന്ന പേരിൽ അറിയപ്പെടുന്ന, ജബല എന്ന പേരിൽ അറിയപ്പെടുന്ന രാജാവ്, അദ്ദേഹം മക്കയിലേക്ക് വന്നു. ഇസ്ലാം മതം സ്വീകരിച്ച ആ വ്യക്തി മക്കയിൽ വന്ന് തവാഫ് ചെയ്യാനായിരുന്നു. തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ ഒരു സാധാരണക്കാരൻ ചവിട്ടുകയുണ്ടായി. സ്വാഭാവികമായും അയാൾ തിരിഞ്ഞു നിൽക്കുകയും അവനെ പ്രഹരിക്കുകയും ചെയ്തു. അദ്ദേഹം ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് കേസ് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടുപേരെയും വിളിച്ച് വിചാരണ ചെയ്തു. സ്വാഭാവികമായും ജബല പറഞ്ഞു, ഞാൻ അടിച്ചിട്ടുണ്ട്, ശരി തന്നെയാണ്. എന്നാൽ
താങ്കൾ മാപ്പ് ചോദിച്ചാൽ താങ്കൾക്കതിൽ നിന്ന് മോചനമുണ്ട്. ഒരു സമൂഹത്തിൻ്റെ, ഒരു പ്രവിശ്യയുടെ രാജാവായ ഞാൻ ഈ സാധാരണക്കാരനായ വ്യക്തിയോട് മാപ്പ് ചോദിക്കുകയോ? മാപ്പ് ചോദിക്കുക തന്നെ വേണം. മാപ്പ് ചോദിക്കുന്നില്ലെങ്കിൽ പകരം താങ്കൾ ശിക്ഷിക്കപ്പെടും. താങ്കൾ എങ്ങനെയാണോ അടിച്ചത് അതേപോലെ അയാളെ കൊണ്ട് താങ്കൾ അടിപ്പിക്കുകയും ആ ശിക്ഷ താങ്കളിൽ നടപ്പിലാക്കപ്പെടുകയും ചെയ്യും. ഇവിടെ രാജാവെന്നോ പ്രജയെന്നോ സാധാരണക്കാരനെന്നോ അല്ലാത്തവരെന്നോ വ്യത്യാസമില്ല. അതുകൊണ്ട് ക്ഷമ ചോദിച്ചോളൂ, അതല്ലെങ്കിൽ ശിക്ഷ നടപ്പിലാക്കപ്പെടും. അയാൾ പറഞ്ഞു, എനിക്ക് അവസരം തരണമെന്ന്. ഒരു ദിവസം അവസരം നൽകി. ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അയാൾ രാജ്യം വിട്ടുപോവുകയും അയാൾ മറ്റ് മതത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത്, ഇസ്ലാമിക ഭരണം സ്വീകരിച്ച സംവിധാനം അതാണ്. നിയമത്തിലുള്ള സമത്വമാണ്. സാധാരണക്കാരനും അല്ലാത്തവനും എന്ന് പറഞ്ഞ് രണ്ട് നിയമങ്ങളില്ല. എല്ലാവർക്കും ഒരേ നിയമം നടപ്പിലാക്കുകയും സാധാരണക്കാരന് എന്താണോ നിയമം അത് തന്നെയാണ് ഉന്നതരായ ആളുകൾക്കുമുള്ളത്. രാജാവാണ് പ്രജയാണെന്നോ സാധാരണക്കാരനും അസാധാരണക്കാരനുമെന്നോ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങളില്ലാതെ മതത്തിൻ്റെ നിയമത്തിൽ എല്ലാവർക്കും തുല്യ അവകാശമെന്നുള്ള പ്രഖ്യാപനം ഇസ്ലാമിൻ്റെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ എല്ലാ വ്യക്തികൾക്കും അവകാശമുള്ളവരാണ്. ജീവിക്കുവാൻ അവകാശമുണ്ട്, സമ്പാദിക്കുവാൻ അവകാശമുണ്ട്, അഭിമാനത്തോടെ ഇവിടെ ജീവിച്ചു കഴിയുവാനുള്ള അവകാശമുണ്ട്. ആ അവകാശങ്ങൾ ഹനിക്കുവാൻ, അന്യായമായി അത് നശിപ്പിക്കുവാൻ, ചോദ്യം ചെയ്യുവാൻ പോലും ഒരാൾക്കും അവകാശമില്ല എന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള അത്യുന്നതമായ മാനവികതയും മനുഷ്യ അവകാശങ്ങളുമാണ് ഇസ്ലാം സമൂഹത്തിനു മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു സന്ദേശവുമായി കടന്നു വന്ന ഇസ്ലാമിൽ എങ്ങനെയാണ് ഭീകരതയുണ്ടാവുക? ഈ മഹത്തായ സന്ദേശവും മാനവികതയും സമൂഹത്തെ പഠിപ്പിക്കുന്ന ഇസ്ലാമിൽ എങ്ങനെയാണ് നിരപരാധികളെ നിഷ്ഠൂരമായി കൊല്ലുന്ന ഒരു സമീപനമുണ്ടാവുക? ഒരിക്കലും അത് സാധ്യമല്ല. ഒരു നിരപരാധിയും വധിക്കപ്പെട്ടുകൂടാ എന്നത് ഇസ്ലാം സമൂഹത്തിനു മുമ്പിൽ തുറന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തി അന്യായമായി അകാരണമായി ഒരു വ്യക്തിയെ വധിച്ചതിൻ്റെ പേരിലല്ല, രാജ്യത്ത് കുഴപ്പമുണ്ടാക്കിയതിൻ്റെ പേരിലല്ല, യാതൊരു ന്യായവുമില്ലാത്ത രീതിയിലൊരു നിരപരാധിയെ ആരെങ്കിലും വധിച്ചാൽ ഫകഅന്നമാ ഖതലന്നാസ ജമീഅ, ജനങ്ങളെ മുഴുവൻ വധിച്ചതിന് സമാനമാണ് എന്നാണ്. സർവ്വജനങ്ങളെയും വധിച്ചതിന് സമാനമായിട്ടാണ് ഇസ്ലാം ആ കാര്യത്തെ പ്രഖ്യാപിക്കുന്നത്. വമൻ അഹ്യാഹ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരാളെ ജീവിപ്പിച്ചാൽ മുഴുവൻ ജനങ്ങളെയും ജീവിപ്പിച്ചതിന് സമാനമാണ്. എത്ര മഹത്തരമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനം! പരിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനം നമ്മൾ ആലോചിച്ചു നോക്കൂ. എന്തുമാത്രം ഉന്നതമായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. ഒരു നിരപരാധിയും വധിക്കപ്പെട്ടുകൂടാ എന്നത് ഇസ്ലാം ഒരു ദൗത്യമായി ലോകത്തെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്ന് മാത്രമോ, ഒരാൾക്ക് സ്വന്തത്തെ നശിപ്പിക്കാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നില്ല. എൻ്റെ ജീവൻ എനിക്ക് ഹനിച്ചുകൂടെ? അനുവാദമില്ല. വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾക്ക് നിങ്ങളെ വധിക്കുവാൻ അവകാശമില്ലെന്നാണ് പരിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനം. സ്വന്തം ജീവൻ പോലും ഹനിക്കുവാൻ, നശിപ്പിക്കുവാൻ അവകാശമില്ലെന്ന് ഖുർആൻ പ്രഖ്യാപിക്കുമ്പോൾ അത്യുന്നതമായൊരു മൂല്യമാണ്, സംസ്കാരമാണ്, മഹത്തായൊരു സന്ദേശമാണ് പരിശുദ്ധ ഖുർആൻ ലോകജനതയ്ക്ക് നൽകുന്നത്. ഈ ഒരു സന്ദേശം ലോകത്തെ പഠിപ്പിച്ച ഖുർആനിൻ്റെ അനുയായികൾ എങ്ങനെയാണ് ഭീകരന്മാരായി തീരുക, നിരപരാധികളെ കൊന്നൊടുക്കുന്ന ആളുകളായി മാറുക? തീർച്ചയായും ഈ സന്ദേശമാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. അത് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഒരു നിരപരാധിയുടെ രക്തം ഒഴുക്കാൻ സാധ്യമല്ല, ഒരു നിരപരാധിയെ ചുട്ടുകൊല്ലാൻ സാധ്യമല്ല, ഒരു നിരപരാധിയെ ആക്രമിക്കുവാൻ അവകാശമില്ല, സമ്പത്തുകൾ നശിപ്പിക്കാൻ കഴിയില്ല, വീടുകൾ തകർത്ത് കളയാൻ സാധ്യമല്ല. ഇസ്ലാം ഉൾക്കൊണ്ടോ വിശുദ്ധ ഖുർആനിൻ്റെ ഈ സന്ദേശം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തവരാണോ, അവരിൽ നിന്ന് അത്തരം പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല. ഒരു മുസ്ലിം ആരായിരിക്കണം? ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത് മുസ്ലിമിൻ്റെ രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, ഏതൊരു കാര്യത്തിലും നീതിയാണ് ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകേണ്ടത്. ഏതൊരു വിഷയത്തിലും നീതിക്കാണ് അവൻ പ്രാധാന്യം നൽകേണ്ടത്. പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് സമൂഹത്തെ പഠിപ്പിച്ച മഹത്തായൊരു സന്ദേശം അതാണ്. കൂനൂ ഖവ്വാമീൻ,
നിങ്ങൾ സത്യസാക്ഷികളാകണം, നീതിയുടെ സാക്ഷികളായി മാറണം. അത് നിങ്ങളുടെ സ്വന്തം മാതാപിതാക്കൾക്ക് എതിരാണെങ്കിൽ പോലും നിങ്ങൾ നിൽക്കേണ്ടത് നീതിയുടെ പക്ഷത്താണ്. നീതിക്ക് ഇത്രയും മൂല്യം കൽപ്പിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ഖുർആൻ സമൂഹത്തിനു മുമ്പിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു മതത്തിൽ നിന്ന് എങ്ങനെയാണ് അനീതി ഉണ്ടാകുന്നത്? ആ മതത്തിൻ്റെ ആളുകളിൽ നിന്ന് എങ്ങനെയാണ് അക്രമം ഉണ്ടാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീതിയുടെ സന്ദേശത്തിൻ്റെ വിശാലതകൾ വളരെ കൃത്യമായി തന്നെ സമൂഹത്തെ പഠിപ്പിച്ചു. ഖുർആൻ ഒന്നുകൂടി ആവർത്തിച്ചു പറഞ്ഞു, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു. ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്, എന്നാൽ പോലും അവരോട് അനീതി ചെയ്യാൻ അത് കാരണമാവരുത്. മുസ്ലിങ്ങളുമായി പ്രശ്നമുള്ള ഒരു സമൂഹമാണ്, ആ സമൂഹത്തോടാണ് നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടേണ്ടി വരുന്നതെങ്കിൽ പോലും അവരോടുള്ള വെറുപ്പും ശത്രുതയും അനീതി ചെയ്യാൻ കാരണമാവരുത് എന്ന് പരിശുദ്ധ ഖുർആൻ സമൂഹത്തോട് പഠിപ്പിക്കുമ്പോൾ അത്യുന്നതമായ നീതിയുടെ മാർഗമാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ സമൂഹത്തോട് വളരെ കൃത്യമായും പഠിപ്പിച്ച സാമൂഹികമായ ഇടപെടലുകളുണ്ട്. മുസ്ലിങ്ങളും ഇതര മതവിഭാഗങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ വളരെ കൃത്യമായും ഖുർആൻ വിശദീകരിച്ചിട്ടുണ്ട്. സൂറ മുംതഹിന എന്ന അധ്യായത്തിൽ ഖുർആൻ രണ്ട് വിഭാഗത്തെ വേർതിരിച്ചു പറയുന്നു. ഒന്ന്, മുസ്ലിം രാജ്യങ്ങളോട്, സമൂഹങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച് അവരെ നാടുകളിൽ നിന്ന്, വീടുകളിൽ നിന്ന് ആട്ടിയോടിച്ച് അത് പുറത്താക്കുവാൻ വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സാധ്യതകളും ഉപയോഗിച്ചിട്ടുള്ള ഇസ്ലാമിനോട് യുദ്ധം പ്രഖ്യാപിച്ച ശത്രുജനത. ആ ശത്രുജനതയോടാണ് നിങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നതെങ്കിൽ യുദ്ധം ചെയ്യുവാൻ ഇസ്ലാം അനുവാദം കൊടുക്കുന്നു. അതേ സന്ദർഭത്തിൽ അള്ളാഹു പ്രഖ്യാപിച്ചു, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത, നിങ്ങളെ ആട്ടിപ്പുറത്താക്കാത്ത, നിങ്ങളോട് സഹകരിച്ച് കഴിയുന്ന അമുസ്ലിങ്ങളാണെങ്കിൽ അവരോട് നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും. മതത്തിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല, നിങ്ങളെ വീടുകളിൽ നിന്ന് ആട്ടി ഓടിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു ജനവിഭാഗത്തോട് അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, അവരോട് നിങ്ങൾക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. ഒന്ന്, നീതി പാലിക്കണം, നീതിപൂർവമായിരിക്കണം അവരോട് നിങ്ങൾ വർത്തിക്കേണ്ടത്. ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തത് അൻതബറൂഹും, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. നീതിക്കപ്പുറമുള്ളതാണ് സേവനം എന്ന് പറയുന്നത്. എന്നിട്ട് അല്ലാഹു തുടർന്ന് പറഞ്ഞത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെയാണ് അല്ലാഹു ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുമായി സഹകരിക്കുന്ന, മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിക്കാത്ത അമുസ്ലിം സമൂഹത്തോട് മുസ്ലിങ്ങൾ വർത്തിക്കേണ്ടത് ഒന്നാമത്തെ നീതിയിലായിരിക്കണം. രണ്ടാമത്തെ നീതിക്കപ്പുറം അവർക്ക് നന്മകൾ ചെയ്തുകൊണ്ട്, സേവനങ്ങൾ ചെയ്തുകൊണ്ട്, ഉപകാരങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ബന്ധമായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാണ്. ഇതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, വിശുദ്ധ ഖുർആൻ വിഭാവനം ചെയ്തിട്ടുള്ള, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് നൽകിയിട്ടുള്ള മാതൃകകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ അവസാനിപ്പിച്ചിട്ടില്ല. മുസ്ലിങ്ങളും അമുസ്ലിങ്ങളും എന്ന് വേർതിരിക്കാതെ എല്ലാ മനുഷ്യരോടും എല്ലാ ജീവജാലങ്ങളോടും കാരുണ്യത്തിൽ വർത്തിക്കണമെന്നാണ് സമൂഹത്തെ പഠിപ്പിച്ചത്. ഇർഹമു മൻ ഫിൽ അർള് യർഹമുക്കും മൻ ഫിസ് സമാ, ഭൂമിയിലുള്ളവരോടെല്ലാം നിങ്ങൾ കാരുണ്യം ചെയ്യുക, എന്നാൽ ഉപരിലോകത്തുള്ള അള്ളാഹു നിങ്ങൾക്കും കാരുണ്യം ചെയ്യും. ഒരു ദാഹിച്ച് വിഷമിച്ച നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ പാപം ചെയ്ത ഒരു സ്ത്രീക്ക് അല്ലാഹു പുറത്തു കൊടുത്തു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ അനുചരന്മാർ ചോദിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂലേ, മൃഗങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും നന്മ ചെയ്തു കൊടുത്താൽ അതിന് പ്രത്യേകം പ്രതിഫലമുണ്ടാകുമോ എന്ന്. പ്രവാചകന്റെ തിരുവചനം, ഫീ കുല്ലി ദിക്ബദിൻ റത്ബത്തിൻ അജ്റുൻ
പച്ചക്കരളുള്ള ഏതൊരു ജീവിക്ക് ചെയ്തു കൊടുക്കുന്ന സേവനത്തിനും പ്രതിഫലമുണ്ട് എന്നാണ്. നമ്മൾ ആലോചിച്ചു നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുസ്ലിമായ മനുഷ്യന് നൽകുന്ന ചിത്രം എന്താണ്? അവൻ ആരാണ്? അവൻ നീതിയുടെ മാതൃകയാണവൻ. മറ്റുള്ളവർക്കെല്ലാം അവൻ തണലാണ്. മനുഷ്യർക്ക് മാത്രമല്ല, മനുഷ്യേതര ജീവികൾക്ക് പോലും അവനിൽ നിന്ന് തണലാണ് ലഭിക്കുന്നത്. അങ്ങനെ സർവർക്കും തണലാകുന്ന, കാരുണ്യമാകുന്ന, നീതിയുടെയും കാരുണ്യത്തിൻ്റെയും മാതൃകയാകുന്ന ഒരു ഇസ്ലാമിക വ്യക്തിത്വത്തെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പടുത്തുയർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വടവർഷം കണക്കെ തണൽ നൽകുകയും കായഫലങ്ങൾ നൽകുകയും ചെയ്ത് കല്ലെറിയുന്നവർക്ക് പോലും മാമ്പഴം നൽകുന്നത് പോലെ ആളുകൾക്ക് സേവനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു വിശ്വാസിയുടെ ചിത്രമാണ് ഇസ്ലാം വിഭാവനം ചെയ്തിട്ടുള്ളത്. ഈ കാരുണ്യത്തിൻ്റെയും നീതിയുടെയും സന്ദേശവും അതിൻ്റെ മഹത്തായ മാതൃകകളും ലോകത്തെ പഠിപ്പിച്ച ഒരു മതത്തിൽ ഒരിക്കലും തന്നെ വർഗീയത ഉണ്ടാകുന്നില്ല. ആ മതത്തിൻ്റെ പേരിൽ ഒരിക്കലും ഭീകരവാദം രൂപപ്പെടാൻ സാധിക്കുകയില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശുദ്ധ ഖുർആനും നമുക്ക് നൽകുന്ന മാതൃക അതല്ലേ? ഇസ്ലാം ഈ ലോകത്തുള്ളവരെല്ലാം മുസ്ലിങ്ങളാകണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യമല്ല. എല്ലാവരും മുസ്ലിങ്ങളാകണമെന്ന് പടച്ചവൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നമ്മളെ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനായി അള്ളാഹ് സൃഷ്ടിക്കുമായിരുന്നില്ല. അള്ളാഹു മനുഷ്യന് സ്വാതന്ത്ര്യം നൽകുകയും നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള വിവേകവും ബുദ്ധിയും നൽകുകയും അതിനുള്ള മാർഗദർശനം മനുഷ്യന് മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹു എങ്ങാനും അങ്ങനെ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലോകത്തുള്ള മനുഷ്യരെല്ലാം ഒരൊറ്റ ഉമ്മത്ത് മാത്രമാകും, എവിടെയും മുസ്ലിങ്ങളല്ലാത്തവരാരും ഉണ്ടാകുമായിരുന്നില്ല. ഈ വൈവിധ്യം, വ്യത്യസ്തത എല്ലാ കാലത്തും തുറന്നുകൊണ്ടിരിക്കും. ഇല്ലാ മൻ റഹിമ റബ്ബുക്, താങ്കളുടെ റബ്ബിന്റെ റഹ്മത്ത് ലഭിച്ചവരാരാണോ അവര് സന്മാർഗം പ്രാപിക്കും. എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളാകണം എന്ന തീരുമാനം പടച്ചവൻ എടുക്കലില്ല. സന്മാർഗം തിരഞ്ഞെടുക്കുന്നവർക്ക് അതിനുള്ള തൗഫീഖ് അല്ലാഹു നൽകുന്നു. തെറ്റായ വഴികൾ തിരഞ്ഞെടുക്കുന്നവർക്ക് അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുമെന്ന താക്കീതും നൽകിയിട്ടുണ്ട്. ആ രൂപത്തിൽ മനുഷ്യ സമൂഹത്തിൽ വൈവിധ്യമുണ്ടാകും. ഭാഷയിൽ വൈവിധ്യമുണ്ട്, നിറത്തിൽ വൈവിധ്യമുണ്ട്, ശരീരത്തിൻ്റെ ആകാരങ്ങളിൽ വൈവിധ്യമുണ്ട്, ജീവിതത്തിൻ്റെ മേഖലകളിൽ വൈവിധ്യമുണ്ട്, പ്രായത്തിൽ വൈവിധ്യമുണ്ട്, എല്ലാ മേഖലകളിലും വ്യത്യസ്തതയുണ്ട്. ആ വ്യത്യാസം മനുഷ്യ ജീവിതത്തിൽ നിലനിൽക്കുമെന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഭാഷയിലും നിറത്തിലും രൂപങ്ങളിലുമെല്ലാമുള്ള വൈവിധ്യം നിങ്ങൾക്ക് ചിന്തിക്കുവാനുള്ള ദൃഷ്ടാന്തമാണെന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് ലോകത്ത് വൈവിധ്യങ്ങളെ ഇല്ലാതാക്കുവാൻ വന്ന മതമല്ല, മറിച്ച് വൈവിധ്യത്തെ അംഗീകരിക്കുകയും വ്യത്യസ്തതയെ സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് സന്മാർഗവും തെറ്റായ മാർഗവും ഏതെന്ന് ജനങ്ങൾക്ക് വിവരിച്ചു കൊടുക്കുക, അതാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ള ധർമ്മം. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. മതത്തിൽ നിർബന്ധമില്ല. ആരെയും നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തേണ്ടതില്ല. ഏതാണ് ശരി, ഏതാണ് തിന്മ, ഏതാണ് ധർമ്മം, ഏതാണ് അധർമ്മം, അത് വ്യക്തമാണ്, അത് വേർതിരിക്കപ്പെട്ടിട്ടുണ്ട്. ഫമൻ ശാഅ ഫല്യുമിൻ, ഉദ്ദേശിക്കുന്നവർക്ക് ഈ സത്യം സ്വീകരിക്കാം. വമൻ ശാഅ ഫല്യക്ഫുർ, ഉദ്ദേശിക്കുന്നവർക്ക് ഇത് തിരസ്കരിക്കാം. ആ സ്വാതന്ത്ര്യം മനുഷ്യന് അല്ലാഹു നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ആ മാതൃക തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ആരെയും ഒരു വ്യക്തിയെയും നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മദീനയിലുള്ള പല മുസ്ലിങ്ങളുടെയും സന്തതികൾ യഹൂദന്മാരെ വീട്ടിലാണ് വളരുന്നത്. അവരിൽ നിന്നാണ് അക്ഷരജ്ഞാനം പഠിക്കുന്നത്. എഴുത്തും വായനയും അറിയുന്നവരന്ന് യഹൂദന്മാരാണ്. അതുകൊണ്ട് അവരുടെ കുട്ടികളായി അവർ വളർത്തിക്കൊണ്ടിരിക്കുന്ന തങ്ങളുടെ കുട്ടികളെ ഇസ്ലാമിലേക്ക് നിർബന്ധിച്ച് പരിവർത്തിപ്പിക്കണം എന്ന് ചില ആളുകൾക്ക് ആഗ്രഹമുണ്ടായപ്പോൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചതാണ് ലാ ഇക്റാഹ ഫിദ്ദീൻ. അവർ ആ കുട്ടികൾ വളർന്നു വലുതായി അവരെ യഹൂദമതം തിരഞ്ഞെടുക്കുന്നുവെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് ഇസ്ലാമിനെ തങ്ങളുടെ പിതാക്കന്മാരുടെ മതം എന്ന നിലയ്ക്ക് ഇസ്ലാം സ്വീകരിക്കുവാനുള്ള സ്വാതന്ത്ര്യവുമുണ്ട്. നിർബന്ധിച്ച് പരിവർത്തിപ്പിക്കേണ്ടതില്ല എന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മാതൃക. ഇസ്ലാമിൽ എവിടെയും നിർബന്ധിച്ചുകൊണ്ട് മതപരിവർത്തനം നടത്തിയിട്ടില്ല. അങ്ങനെ മതപരിവർത്തനം നടത്തുവാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ നിലക്ക് മതപരിവർത്തനം നടന്നാൽ അതുകൊണ്ട് ഗുണവുമില്ല.
മനസ്സ് മാറാതെ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി കൊണ്ട് ഒരാൾ ഒരു മതം സ്വീകരിച്ചാൽ അത് ജീവിതത്തിൽ എന്തുപകാരമാണ് ലഭിക്കുക? കാരണം ഇസ്ലാം മതത്തിൻ്റെ സന്ദേശം പഠിപ്പിക്കുന്നത് ഈ ദുനിയാവിലെ ജീവിതമല്ല, മറിച്ച് മരണാനന്തരമുള്ള പരലോകത്ത് സ്വർഗം ലഭിക്കുവാനാണ്. അത് മനസ്സറിഞ്ഞുകൊണ്ട് വിശ്വസിച്ചാൽ മാത്രമേ ആ പരലോകം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധപൂർവം മതത്തിലേക്ക് പരിവർത്തിപ്പിക്കുക എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല, വിശുദ്ധ ഖുർആനിൻ്റെ മാതൃകയുമല്ല. അങ്ങനെ സലഫുകളായ പൂർവികരായ മാതൃകാ യോഗ്യരായ ഇസ്ലാമിക നേതാക്കന്മാരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു സംഭവം നമുക്ക് കാണാനും സാധ്യമല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ച കാലത്ത് അബൂ താലിബായിരുന്നു മക്കയിലെ പ്രമുഖനായൊരു നേതാവ്. മുശ്രിക്കുകളുടെ പ്രധാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സംരക്ഷണവും സഹായവും റസൂലുള്ളാഹി സ്വീകരിച്ചു. മക്കയിലെ മുസ്ലിങ്ങൾ മർദ്ദിതരായി തീരുകയും വിശ്വാസമനുസരിച്ച് തങ്ങൾക്ക് മക്കയിൽ ജീവിക്കാൻ സാധ്യമല്ലാത്ത സാഹചര്യം വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമീപ രാജ്യമാകുന്ന അബസീനിലേക്ക്, എത്യോപ്യയിലേക്ക് പോവുക. എന്തേ കാരണം? അവിടെയുള്ള രാജാവ് നല്ലവരാണ്, നീതിയുള്ള രാജാവാണ്. ആ രാജാവിൻ്റെ അടുക്കൽ നിങ്ങൾ ആക്രമിക്കപ്പെടുകയില്ല. അങ്ങോട്ട് ഹിജ്റ പോകാൻ, പലായനം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പിന്നീട് മദീനക്കാരായ ചിലർ ഹജ്ജിന് വന്നു. അവര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിൻ്റെ സന്ദേശം കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ചു, ശിർക്കില്ലെന്ന്, ബഹുദൈവ വിശ്വാസത്തില്ലെന്ന് തൗഹീദ് ഉൾക്കൊണ്ടു. ആ ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും മദീനയിലേക്ക് ക്ഷണിച്ചപ്പോൾ അവിടേക്ക് പിന്നീട് മുസ്ലിങ്ങൾ ഹിജ്റ പോവുകയാണ്. മദീനയിൽ ചെന്ന ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് എന്താണ്? മദീനയിൽ മറ്റു മതസ്ഥരായ ആളുകളുണ്ട്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് അവിടുത്തെ ന്യൂനപക്ഷവും കുടിയേറ്റക്കാരുമായ യഹൂദന്മാരാണ്. പ്രധാനപ്പെട്ട യഹൂദ ഗോത്ര നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരുമായി ഒരു സന്ധിയും ഒരു സംഭാഷണവും സന്ധിയും ഉണ്ടാക്കുകയും കരാറുണ്ടാക്കുകയും ചെയ്തു. എന്താണ് കരാറുള്ളത്? രാജ്യത്തെ മദീന പ്രദേശത്തിൻ്റെ പൗരന്മാരാണ് നിങ്ങൾ. ഈ മദീനയുടെ സംരക്ഷണത്തിൽ നിങ്ങൾ നിങ്ങളുടേതായ പങ്ക് നിർവഹിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കരാറിൽ അവരെല്ലാം തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പങ്കെടുത്തു. അവർക്ക് അവരെ മതമനുസരിച്ച് ജീവിക്കാം, യഹൂദന്മാർക്ക് അവരെ മതമനുസരിച്ച് ജീവിക്കാം. ആരെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നില്ല. രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് അവകാശമുള്ളവരാണ്. അങ്ങനെ ഒരു കരാറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെത്തിയ ശേഷം ആദ്യമായി ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇസ്ലാം ഉയർത്തിപ്പിടിക്കുന്ന പ്രവാചക ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാനവികീയതയുടെ മാതൃകകൾ. നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തുകയല്ല, മറ്റുള്ളവരെ ഇസ്ലാം അടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരെ ദ്രോഹിക്കുകയല്ല, മറിച്ച് അവർക്കവരെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും രാജ്യത്തെ പൗരന്മാരെന്ന നിലക്കുള്ള ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളും അവകാശങ്ങളുമുള്ളവരാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്ന അവസാനത്തെ ആഴ്ചയിൽ കഴിച്ചിരുന്ന ആഹാരം ഏതായിരുന്നു? അബൂ ഹശിം എന്ന് പറയുന്ന യഹൂദന്റെ ഭവനത്തിൽ തൻ്റെ പടയങ്കി കൊണ്ടുപോയി പണയം വെച്ചു. 30 സായ ഗോതമ്പ് വാങ്ങിക്കൊണ്ടുവന്നു. ആ ഭക്ഷണമാണ് അവസാനത്തെ ആഴ്ചയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലവും കുടുംബവും ആഹരിച്ചത്. ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഈ സംഭവം നമുക്ക് നൽകുന്ന മഹത്തായ പാഠം എന്താണ്? മുസ്ലിങ്ങൾക്ക് അധികാരവും ശക്തിയും ലഭിച്ചാൽ ആ പ്രദേശത്തുള്ള മുഴുവൻ അമുസ്ലിങ്ങളെയും കൊന്നെടുക്കണമെന്നോ നിർബന്ധ മതപരിവർത്തനം നടത്തണമെന്നോ അല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്, രാജ്യത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ മാത്രമല്ല മദീന പ്രവിശ്യയുടെ മൊത്തമായ അധികാരം പ്രവാചകന്റെ കയ്യിലാണ്. ആ അധികാര ശക്തിയുള്ള ഘട്ടത്തിലാണ്, മക്കയുടെ അധികാരം തൻ്റെ കീഴിൽ വന്ന ശേഷമാണ്, ഹിജാസിന്റെ മൊത്തമായ അധികാര നേതൃത്വം വഹിക്കുന്ന ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുന്നത്. ആ അധികാര ശക്തിയുള്ള ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോൾ മദീനയിൽ യഹൂദൻ ജീവിച്ചിരിപ്പുണ്ട്. മുസ്ലിങ്ങളിൽ കച്ചവടക്കാര് ധാരാളമുണ്ട്. മദീനയിൽ നിരവധി കർഷകരുണ്ട്. പ്രവാചകൻ ചിന്തിച്ചില്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തണമെങ്കിൽ മുസ്ലിങ്ങളോട് മാത്രമായിരിക്കണമെന്ന്. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ യുദ്ധോപകരണമായ പടയങ്കിയാണ്. ആ അങ്കി കൊണ്ടുപോയി പണയം വെച്ചത് യഹൂദന്റെ ഭവനത്തിലാണ്. അവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ് കുടുംബം അവസാനം ആഹരിക്കുന്നത്.
ഇത് മനസ്സിലാക്കി തരുന്ന സന്ദേശം എന്താണ്? ആ പാരമ്പര്യം തന്നെയാണ് പിന്നീട് ഇസ്ലാമിക ഖിലാഫത്ത് കാലത്ത് തുടർന്നു പോന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഒന്നാം ഖലീഫ അബൂബക്കർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് വന്നു. രണ്ടാം ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് വന്നു. ആ സുദീർഘമായ ഖിലാഫത്ത് കാലങ്ങളിൽ മുസ്ലിങ്ങളുടെ ആധിപത്യത്തിൽ നിരവധി രാജ്യങ്ങൾ വന്നു. ഇസ്ലാമിനോടും മുസ്ലിം രാജ്യത്തോടും നിരന്തരമായി യുദ്ധം ചെയ്തിരുന്ന രണ്ട് സാമ്രാജ്യങ്ങളാണെന്നുണ്ടായിരുന്നത്. ഒന്ന് പേർഷ്യൻ സാമ്രാജ്യവും മറ്റൊന്ന് റോമൻ സാമ്രാജ്യവുമാണ്. ഈ രണ്ട് രാജ്യങ്ങളോട് നിരവധി യുദ്ധങ്ങൾ മുസ്ലിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. ആവർത്തിക്കപ്പെട്ട യുദ്ധങ്ങളിലൂടെ ശത്രുക്കളുടെ പതനമുണ്ടാവുകയും മുസ്ലിങ്ങളുടെ കീഴിലേക്ക് അവരാധിപത്യം നടത്തിയിരുന്ന രാജ്യങ്ങൾ ഓരോന്നും വരികയും ചെയ്തു. അതിൽ ഈജിപ്ത്, സിറിയ തുടങ്ങിയ ക്രൈസ്തവ രാജ്യങ്ങൾ റോമക്കാരുടെ കയ്യിൽ നിന്ന് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലേക്ക് വന്നു. ഉമർ റളിയല്ലാഹു ആ രാജ്യത്തെ ജനങ്ങളുമായി നടത്തിയ വളരെ സുപ്രസിദ്ധമായ ചരിത്രത്തിൽ തങ്കലിപികളാൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട കരാറുകളുണ്ട്. എന്താണ് ആ കരാറ്? അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാം, ഓരോ സഭക്കാർക്കും അവരുടെ സഭയനുസരിച്ച് കൊണ്ട് ജീവിക്കാം, അവരുടേതായ ആരാധനകൾ നിർവഹിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, രാജ്യത്തെ പൗരന്മാരെന്ന നിലക്ക് അവകാശങ്ങൾ അവർക്കുണ്ട്, ഉത്തരവാദിത്തങ്ങൾ അവർക്കുണ്ട്. ഇത്തരം കരാറായിരുന്നു ബൈത്തുൽ മഖ്ദസിലെ പാത്രിയാർക്കീസുമായി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നേരിട്ട് നിർവഹിച്ചിട്ടുള്ള കരാറിൽ രേഖപ്പെടുത്തിയത്. ആ കരാറിന്റെ മാതൃകയാണ് പിന്നീട് അങ്ങോട്ടുള്ള വിജയങ്ങളിൽ എല്ലാ രാജ്യങ്ങളിലും വ്യവസ്ഥയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച മാതൃക. ആ കരാർ എഴുതുവാൻ വേണ്ടി ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മഖ്ദസിലേക്ക് ചെന്നു. അന്നേ ദിനത്തിൽ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിനെ ക്രൈസ്തവ പുരോഹിതന്മാരും നേതാക്കന്മാരും ഏറ്റവും ഊഷ്മളമായ സ്വീകരണം നൽകുകയുണ്ടായി. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിന് നമസ്കരിക്കുവാൻ സമയമായപ്പോൾ പാത്രിയാർക്കീസ് പറഞ്ഞു, അൽ ഖിയാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ചർച്ചുണ്ട്, ആ ചർച്ചിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കുവാൻ വേണ്ടി ഖലീഫ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല, ഈ ദിനത്തിൽ, ഈ സവിശേഷമായ ദിനത്തിൽ, ഇത്തരം ഒരു കരാർ രേഖപ്പെടുത്തുന്ന ഈ അധിനിവേശത്തിന്റെ ഖിലാഫത്തിന്റെ ഈ ദിനത്തിൽ ഈ ചർച്ചിൽ വെച്ച് ഞാൻ നമസ്കരിച്ചാൽ ഒരുപക്ഷേ ഭാവിയിലുള്ള ആളുകൾ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ച് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള പള്ളിയാണിത് എന്ന് അവകാശവാദം ഉന്നയിച്ചേക്കാം. അതുകൊണ്ട് അദ്ദേഹം നമസ്കരിക്കാൻ തയ്യാറായില്ല. അവരോട് അദ്ദേഹം പറഞ്ഞു, ഇപ്പുറത്തുള്ള പാറപ്പുറമുണ്ട്, ആ പാറയുടെ ഭാഗം ക്ലീൻ ചെയ്തിട്ട് അവിടെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം നമസ്കാരം നിർവഹിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നജ്റാനിലുള്ള ക്രൈസ്തവ സംഘം മദീനയിലേക്ക് വന്നു. അന്ന് നജ്റാനിൽ ക്രൈസ്തവരാണ് മഹാഭൂരിപക്ഷമുണ്ടായിരുന്നത്. അവിടെ നിന്ന് 70 ആളുകൾ അടങ്ങുന്ന സംഘം മദീനയിൽ വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംഭാഷണത്തിൽ ഏർപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ സന്ദേശം അവർക്ക് കേൾപ്പിച്ചു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദൈവപുത്രനല്ല, അദ്ദേഹം ദൈവത്തിന്റെ ദൂതനാണ്, റസൂലാണ്, നബിയാണ് തുടങ്ങിയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു. ഇസ്ലാം മതം സ്വീകരിക്കുവാൻ അവർ സന്നദ്ധരായിരുന്നില്ല. അവർ രാജ്യത്തിന് നികുതി നൽകുന്ന ഉത്തമ പൗരന്മാരാകാനുള്ള തീരുമാനമാണ് അവരെടുത്തത്. പ്രവാചകനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. അന്നേ ദിനത്തിൽ അവർക്ക് പ്രാർത്ഥിക്കുവാൻ സമയമായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇവിടെയാണ് നമ്മൾ ഈ ഖുർആനിന്റെയും പ്രവാചകന്റെയും ഖലീഫമാരുടെയും ചരിത്രത്തിലൂടെ പാഠം ഉൾക്കൊള്ളേണ്ടത്. എന്നും നമ്മൾ പരിശോധിച്ചാൽ ഈജിപ്തിൽ കോപ്റ്റിക് വർഗമുണ്ട്. ഖിബ്തി വംശജരെന്ന് ഈജിപ്തിലുണ്ട്. ഖിബ്തി വംശജരെന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമല്ല, ക്രൈസ്തവ മതവിശ്വാസികളാണ്. ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിൽ ഈജിപ്ത് ഭരണം നടത്തിയ അക്കാലം മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ആ രാജ്യത്ത് ക്രിസ്ത്യാനികൾ നിലനിന്നു പോന്നിട്ടുണ്ട്. ഇറാനിൽ ഇക്കാലത്ത് പോലും ഇറാന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രം മുതൽ ഇന്ന് വരെയും ഇറാനിലെ ചില പ്രവിശ്യകളിൽ യഹൂദ സമുദായക്കാരുണ്ട്. ദീർഘമായ കാലഘട്ടം ഖിലാഫത്തിന്റെ കീഴിൽ കഴിഞ്ഞ രാജ്യങ്ങളാണ് സിറിയൻ രാജ്യങ്ങൾ എന്ന് പറയുന്നത്.
ലെബനോണ്, ഫലസ്തീന്, ഇന്നത്തെ ഇസ്രയേൽ പോലെയുള്ള രാജ്യത്തിൻ്റെ ഭാഗങ്ങളിലെല്ലാം ദീർഘകാലത്ത് നൂറ്റാണ്ടുകളോളം ഇസ്ലാമിക ഖിലാഫത്ത് നടന്ന രാജ്യങ്ങളാണ്. ആ രാജ്യങ്ങളിലെല്ലാം യഹൂദന്മാരും ക്രിസ്ത്യാനികളും മജൂസി മതക്കാരും അവശേഷിച്ചിട്ടുണ്ട്. ഇന്നും അവർ നിലനിൽക്കുന്നുണ്ട്. നിർബന്ധ പരിവർത്തനം മുസ്ലിങ്ങളൊരു മാതൃകയായി സ്വീകരിച്ചിരുന്നുവെങ്കിൽ ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ നീണ്ട നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും എങ്ങനെയാണ് ആ രാജ്യത്ത് ഈ മതവിഭാഗങ്ങൾ അവശേഷിച്ചത്? കാരണം ഖലീഫമാർ ആരെയും നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയിട്ടില്ല. അത് ഇസ്ലാമിൻ്റെ മാതൃകയായി അവർ പഠിച്ചിട്ടില്ല. ഖുർആൻ അവർക്കതിന് വെളിച്ചം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷവും ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഈ കേന്ദ്രങ്ങളിലെല്ലാം വ്യത്യസ്ത മതവിഭാഗങ്ങൾ നിലനിന്നു പോന്നിട്ടുള്ളത്. രാജ്യത്തെ പൗരന്മാരായി അവരെ അംഗീകരിക്കുകയും അവർക്ക് അവകാശങ്ങളും ബാധ്യതയുമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പ്രായമുള്ള മനുഷ്യൻ റോട്ടിലൂടെ യാചിക്കുന്നത് ഖലീഫ ഉമർ റളിയല്ലാഹുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം എന്താണ് ഈ വ്യക്തി ഇങ്ങനെ യാചിക്കുന്നത് എന്ന് അന്വേഷിച്ചു. യഹൂദന്മാരെ കണ്ടാൽ അവരെ വേഷം കൊണ്ട് തിരിച്ചറിയാൻ കഴിയും. പഴയ കാലത്ത് വേഷം ഒരു ഐഡന്റിറ്റി ആയിട്ടാണ് സ്വീകരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യമുള്ള യുവത്വമുള്ള കാലങ്ങളിൽ ജോലി ചെയ്ത് അദ്ദേഹത്തിന് നികുതി നൽകാൻ സാധിച്ചിരുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ യഹൂദൻ നികുതി നൽകുവാൻ വേണ്ടി യാചിക്കുന്നത് എന്ന് ഖലീഫ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു ആ നിമിഷം തന്നെ ഉത്തരവിടുകയാണ്, തൻ്റെ രാജ്യത്ത് നികുതി നൽകുവാൻ സാധിക്കാതെ വിഷമിക്കുന്ന ആളുകളുണ്ടെങ്കിൽ, പ്രായമുള്ള തൊഴിൽ രഹിതരായ ആളുകളുണ്ടെങ്കിൽ അവർക്കാർക്കും നികുതിന് അടക്കേണ്ട ആവശ്യമില്ല, തീർത്തും നികുതി ഇളവ് അവർക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി ഉത്തരവിടുകയും എല്ലാ ഗവർണർമാർക്കും ആ സന്ദേശം തൻ്റെ ഖിലാഫത്തിൻ്റെ എല്ലാ പ്രവിശ്യകളിലേക്കും നൽകുകയും ചെയ്തു. അതാണ് ഒരു യഹൂദനോട് ഖലീഫ ഉമർ റളിയല്ലാഹു സ്വീകരിച്ച സമീപനം. അവിടെ മതം നോക്കുകയല്ല ചെയ്യുന്നത്, മാനുഷികമായ പരിഗണനയാണ് നൽകിയിട്ടുള്ളത്. അയാളൊരു വൃദ്ധനാണ്, അയാളൊരു മനുഷ്യനാണ്. ആ മനുഷ്യത്വത്തിൻ്റെ സമീപനമാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. ഈ അത്യുന്നതമായ നിയമസമത്വവും മനുഷ്യസമത്വവും മാനവികതയും കാരുണ്യവും നീതിയും ലോക ജനതയെ പഠിപ്പിച്ച ഒരു മഹത്തായ മതം, ആ മതത്തിൻ്റെ ആളുകൾക്ക് ഈ മതം ഉൾക്കൊള്ളുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ ഭീകരനാകാൻ, നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന വ്യക്തിയാവാൻ സാധിക്കുകയില്ല എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വളരെ വ്യക്തമാണ് സംഗതി, വളരെ വ്യക്തമാണ്. പക്ഷേ ഇന്ന് നാം സമൂഹത്തിൽ കേൾക്കുന്നത് ഇസ്ലാമിൻ്റെ പേരിലുള്ള ചില സംഘങ്ങൾ, ഇസ്ലാമിൻ്റെ പേരുപയോഗിച്ചുകൊണ്ടുള്ള ചില സംഘങ്ങളാണ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ വായിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള കാട്ടാളത്വം നിരപരാധികളായ സമൂഹത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരവകാശപ്പെടുന്നത് അത് ഇസ്ലാമാണ് എന്നാണ്, അവർ ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ പേരിലാണെന്നാണ്. ഇസ്ലാമിനെ വക്രീകരിക്കുവാനും തെറ്റിദ്ധരിപ്പിക്കുവാനും ഇസ്ലാമിനെ ഇകഴ്ത്തി കാണിക്കുവാനും ശത്രുക്കൾ ഒരുക്കിയിട്ടുള്ള കുതന്ത്രമാണിത് എന്ന് തിരിച്ചറിയാൻ മുസ്ലിങ്ങൾക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്. മുസ്ലിം ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന പണ്ഡിതന്മാർ ഇത്തരം സംഘങ്ങൾ ഇസ്ലാമിൻ്റെ ആളുകളല്ല എന്നും വിശുദ്ധ ഖുർആനിൻ്റെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുടെയോ പിമ്പലമില്ലാത്ത അക്രമികളാണെന്നും ഭീകരന്മാരാണെന്നും അവരും ഇസ്ലാമും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്നും ഔപചാരികമായി ഔദ്യോഗികമായി ആവർത്തിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. IS പോലെയുള്ള ഭീകര സംഘങ്ങൾ ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പേര് ഇസ്ലാമിൻ്റെതാണ്. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ഇസ്ലാമിനെ നശിപ്പിക്കുവാൻ വേണ്ടി ശത്രുക്കൾ പലപ്പോഴും ഉപയോഗപ്പെടുത്തിയ ഒരു കുതന്ത്രമുണ്ട്. ഇസ്ലാമിൻ്റെ ഖിലാഫത്ത് ശക്തിപ്പെടുകയും രാജ്യങ്ങളിൽ നിർഭയത്വവും സമാധാനവും ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഒരു യഹൂദ പണ്ഡിതൻ ഇസ്ലാം മതം സ്വീകരിച്ചു.
അബ്ദുല്ലാഹിബിൻ സബ എന്ന് പറയുന്ന പണ്ഡിതൻ ഇസ്ലാം മതം സ്വീകരിച്ചു. നബി കുടുംബത്തിന് വേണ്ടി എന്ന് നബി കുടുംബത്തെ മഹത്വപ്പെടുത്തുകയും ഉന്നതരാക്കുകയും വാഴ്ത്തുകയും ചെയ്തുകൊണ്ട് അവരുടെ അപദാനങ്ങൾ പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇസ്ലാമിക സമൂഹത്തെ രണ്ടായി വിഭജിച്ചത്, സുന്നികളും ഷിആക്കളും എന്ന് വിഭജിച്ചത്. ക്രൈസ്തവ മതത്തെ സെന്റ് പോളാണ് നശിപ്പിച്ചത് എന്ന് നമുക്കറിയാം. യഹൂദനായിരുന്ന ക്രിസ്ത്യാനികളുടെ കടുത്ത ശത്രുവായിരുന്ന സെന്റ് പോൾ ഒരു സുപ്രഭാതത്തിൽ ആ യഹൂദ മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ മതം സ്വീകരിക്കുകയും പിന്നീട് ക്രിസ്തു മതത്തിൻ്റെ അപ്പോസ്തലനായി അവരോധിക്കുകയും ചെയ്തു. എന്നിട്ട് ആ മതത്തിൽ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിക്കാത്ത ഒരുപാട് ആദർശങ്ങൾ അതിലേക്ക് ചേർത്തു. അങ്ങനെയാണ് ക്രിസ്തു മതത്തെ വക്രീകരിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തെ നശിപ്പിക്കുവാൻ വേണ്ടി ചെയ്ത മാർഗവും അത് തന്നെയാണ്. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിൽ ഖിലാഫത്തിന്റെ കീഴിൽ സമാധാനത്തോടെ നിർഭയത്തോടെ മനുഷ്യ സമൂഹം ജീവിക്കുന്ന ഘട്ടത്തിലാണ് അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കുകയും നശിപ്പിക്കുവാനും വേണ്ടിയുള്ള ഈ യഹൂദ പണ്ഡിതന്റെ ഇസ്ലാമിക വേഷമിട്ടുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ പരിണിത ഫലമുണ്ടായത്. സമാനമായ ചരിത്രമാണ് ഈ സമീപകാലത്തുള്ള ഭീകര സംഘടനത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്, അതിൻ്റെ നേതൃത്വത്തിൽ സ്വയം അവരോധിക്കപ്പെട്ട ഖലീഫയാണെന്ന് പറയുന്ന വ്യക്തിയുടെ ചരിത്രം സൂചിപ്പിക്കപ്പെടുന്നത് അവൻ ക്രൈസ്തവനാണെന്നോ യഹൂദനാണെന്നോ ഇസ്ലാമിൻ്റെ വേഷം സ്വീകരിച്ച വ്യക്തിയാണെന്നോ ആണ് സൂചിപ്പിക്കുന്നത്. ഇത്തരം ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന ചില പാഠങ്ങളുണ്ട്. ഇസ്ലാമിൻ്റെ പേരിൽ ഇസ്ലാമിന് നിരക്കാത്ത, ഇസ്ലാമിനെ ഏറ്റവും ഇകഴ്ത്തുകയും ഇസ്ലാമിനെ അവഹേളിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇത് ആരാണ് ഇതിൻ്റെ പിന്നിലുള്ള ശക്തി എന്ന് തിരിച്ചറിയാൻ മുസ്ലിങ്ങൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇന്ന് ആ സംഘത്തിൻ്റെ തലപ്പത്തുള്ള ആളുകളിൽ ഒരു പണ്ഡിതൻ പോലുമില്ല. മതവിജ്ഞാനം നേടിയിട്ടുള്ള ഒരു പണ്ഡിതനും ആ സംഘത്തിലില്ല. അതിലേക്ക് ആകർഷിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മതപരമായ അറിവില്ലാത്തവരാണ്. മതത്തിൽ ആവേശമുണ്ട്, താല്പര്യമുണ്ട്, ജീവിതത്തിൽ ഭക്തി ഉണ്ടാകണം, ഇസ്ലാമിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. പക്ഷേ മതം പഠിച്ചിട്ടില്ല, അറിവില്ല. ഇങ്ങനെയുള്ള ആവേശം ഉണ്ടാവുകയും അറിവില്ലാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനവരെ ഉപയോഗപ്പെടുത്തുന്നത് വിവിധ സൈറ്റുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. വിവരമില്ലാത്ത ആളുകളെ വശീകരിക്കുവാൻ മതിയായത്ര സംവിധാനങ്ങളൊക്കെ അവർ ഒരുക്കി വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ആളുകൾ അതിലേക്ക് ആകർഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമാണെന്ന് പറഞ്ഞ് ഇത്തരം സൈറ്റുകൾ അറിഞ്ഞോ അറിയാതെയോ ഉപയോഗപ്പെടുത്തുമ്പോൾ തെറ്റായ ആശയങ്ങളിലേക്ക് എത്തിച്ചേരുകയും ഇസ്ലാമിന് വേണ്ടി ചെയ്യുന്ന ജിഹാദാണത് എന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയാണ്. അവിടെയാണ് ഇസ്ലാം സമൂഹത്തെ പഠിപ്പിച്ചിട്ടുള്ള ഈ മാതൃകകൾ തിരിച്ച് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. ഒരു നിരപരാധിയുടെ രക്തവും ഒഴുക്കരുത് എന്ന് പഠിപ്പിക്കുന്ന മതം, സ്വന്തം ജീവൻ ഹനിക്കാൻ, സ്വന്തത്തെ നശിപ്പിക്കുവാൻ അവകാശമില്ലെന്ന് പഠിപ്പിക്കുന്ന ഒരു മതം, ആ മതത്തിൻ്റെ ഖുർആനിൻ്റെ ആളുകൾക്കൊരിക്കലും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയില്ല. ക്രൂരമായ രീതിയിൽ ചെയ്യാൻ സാധ്യമല്ല. ഇസ്ലാമിൽ യുദ്ധമില്ലേ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൽ യുദ്ധമുണ്ട്, വിവാഹമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൽ എല്ലാത്തിനെക്കുറിച്ചുമുള്ള നിയമങ്ങളും വിശദീകരണങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. അതൊരു മതം എന്ന നിലക്ക്, ഒരു നിയമസംഹിത എന്ന നിലക്ക് എല്ലാ നിയമപുസ്തകങ്ങളിലുമുണ്ട്. എല്ലാ മതഗ്രന്ഥങ്ങളിലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ നിന്ന് യുദ്ധസംബന്ധമായി പരാമർശിക്കപ്പെട്ട സൂക്തങ്ങൾ അടർത്തിയെടുത്ത് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് മുസ്ലിങ്ങളല്ലാത്തവരെല്ലാം വധിക്കണം, നശിപ്പിക്കണമെന്നാണെന്ന് ഇപ്പോൾ ഈ അടുത്തായി തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇസ്ലാം പഠിപ്പിച്ചത് എന്താണ്? ചരിത്രം നേരത്തെ വിശദീകരിച്ചല്ലോ. ഹിജറ പോവുകയും അന്യരാജ്യങ്ങളിൽ ജീവിക്കുകയും ചെയ്തുകൊണ്ട് മുസ്ലിങ്ങൾ പലായനത്തിൻ്റെ മാർഗം